ഹലോ കൂട്ടുകാരെ, അന്നേരം ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു റെക്കമെൻഡേഷൻ വീഡിയോ ആണ് കേട്ടോ. ഇത് നമ്മളോട് കുറേ ദിവസമായി നമ്മളെ ലൈവിൽ ചോദിക്കുന്ന ചേച്ചി ഒരു ഫേസ് കെയർ വീഡിയോ ചെയ്യൂ, അതായത് ഒരു 11-14 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവർ ചോദിച്ചപ്പോൾ ഞാനങ്ങനെ ഫേസ് കെയർ വീഡിയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ മുഖത്തും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും ദിവസം ചെയ്യാതിരുന്നത്. അന്നേരം ഇതെൻ്റെ മോള് ചെയ്യുന്നൊരു ഫേസ് കെയർ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എൻ്റെ മോൾക്ക് 14 വയസ്സായി. അന്നേരം ഒരു 11, 12, 13, 14 വയസ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം കുട്ടികളുടെ മുഖത്ത് ചെറിയ കുരുവും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങുന്ന ഒരു ഏജാണ് ഈ 11, 12, 13, 14 വയസ്സൊക്കെ ആകുമ്പോൾ. ചില കുട്ടികൾക്ക് അതിൽ മുന്നേ വരും. എൻ്റെ മോൾക്കൊക്കെ ഒരു 12 വയസ്സായപ്പോൾ തൊട്ടേ മുഖത്ത് കുരുക്കളൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു. അന്നേരം ഒന്നാമത്തെ അവളത് ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നുകാർക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് മുഖത്ത് കുരുക്കളും കാര്യങ്ങളൊക്കെ വരും. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഡ്രൈ സ്കിന്നാണ്. അതുകൊണ്ട് എനിക്ക് കുരുവിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. ഞാൻ ചെറുപ്പം തൊട്ടേ ഇതുപോലുള്ള യാതൊരു സാധനങ്ങളും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് മാത്രം ഞാൻ, അതായത് പച്ചമഞ്ഞളും ഇതുപോലെ രക്തചന്ദനവും മാത്രമാണ് എൻ്റെ മുഖത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ യാതൊരു കെമിക്കലുകളും എൻ്റെ ഇത്രയും പ്രായത്തിനിടയിൽ എൻ്റെ മുഖത്ത് യൂസ് ചെയ്തില്ല. നമ്മൾ മോയ്സ്ചറൈസർ ക്രീം ചേക്കുന്നല്ലാണ്ട് വേറെ യാതൊരു കാര്യങ്ങളും, അതിലും നമുക്ക് കെമിക്കൽ ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അത് അലോവേറേൻ്റെ ക്രീമാണ് ഞാൻ തേക്കുന്നത്, അത് മാത്രമേ തേക്കലുള്ളൂ. വേറെ ഒന്നും ഞാൻ എൻ്റെ മുഖത്ത് ഇതുവരെ മേക്കപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് അങ്ങനെ കുരുക്കളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. നമ്മൾ കൂടുതൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെ മുഖം പെട്ടെന്ന് കുരുകളും അതും ഇതൊക്കെ വന്നിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ അതില്ലാതെ നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുക. നമ്മളത് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. കാരണം ഇത് രക്തചന്ദനം എന്ന് പറഞ്ഞാൽ മുട്ടിക്കഷ്ണമാണ് ഇവിടെ ഉള്ളത്. അത് ഞാൻ കല്ലിൽ വെച്ച് നന്നായി ഉരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മുഖമൊക്കെ നന്നായി വൃത്തിയാക്കി, എണ്ണമെഴുക്കും അഴുക്കൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയാക്കി എടുക്കണം നമ്മൾ ഫേസ്. ഇതിൻ്റെ പൊടിയും ഇതൊക്കെ മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും, ആയുർവേദ ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടും, അവൈലബിൾ ആണ് എല്ലായിടത്തും. അന്നേരം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളോ ഇതിൻ്റെ അകത്തില്ല. ഇതിൽ നമ്മൾ രണ്ട് സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഇതിൽ ചേർക്കുന്നുള്ളൂ. ഒന്ന് ഈ രക്തചന്ദനം, മറ്റൊന്നെന്ന് പറയുന്നത് നമ്മളെ തേനുമാണ് കേട്ടോ. തേന് കണ്ടോ, കുഞ്ഞാപ്പൂ എടുത്തുകൊണ്ട് വന്നപാടെ കുഞ്ഞാപ്പൂ തേൻ ഇവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തേനെന്ന് പറയുന്നത് ഇത് നമ്മൾ കാട്ടിൽ നിന്ന് നേരിട്ട് തിരുനെല്ലി പോയിട്ട് തേൻ എടുക്കുന്ന ആൾക്കാർക്ക് നേരിട്ട് വാങ്ങിയ തേനാണ് കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല. ശുദ്ധമായ തേനാണ്. 650 രൂപയാണ് ഈ ഒരു ബോട്ടിലിൻ്റെ റേറ്റ്. അന്നേരം ഇവിടെ കുഞ്ഞാപ്പൂന് മരുന്നൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ മേടിച്ച് വെച്ചതാണ്. അന്നേരം ഇങ്ങനെ നല്ല തേൻ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ഫേസിൽ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം മോശമായി കഴിഞ്ഞാൽ നമ്മൾ ഫേസിനെന്ന കണ്ടമാനം ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും നല്ലത് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. എന്നിട്ട് മുഖത്ത് നന്നായി തേച്ച് മസാജ് ചെയ്ത് പിടിപ്പിക്കണം. അന്നേരം ഇത് അലർജി ഉള്ളവർ ചിലപ്പോൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും എല്ലാ സ്കിന്നിനും ഇത് ചേരണമെന്നില്ല. അതായത് നിങ്ങളെ കൈൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ ഒന്ന് മുഖത്ത് ചെയ്യാൻ. കാരണം നമ്മൾ മുഖത്തായതുകൊണ്ട് നമുക്കൊന്ന് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൈൻ്റെ പുറത്ത് എവിടെയും ചെയ്ത് നോക്കിയിട്ട് മാത്രം ഫേസിൽ ചെയ്യുക. ഇത് ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ നിങ്ങളെ മാറ്റങ്ങൾ ഞങ്ങളോട് കമൻറ്റിലൂടെ പറയണം കേട്ടോ. അന്നേരം ഇതെല്ലാം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുഖത്ത് ചെയ്യാൻ പറ്റുന്ന സാധാ നമ്മളെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് നോക്കുന്നതായിരിക്കും. അത് നന്നായിട്ടൊന്ന് മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പൊന്നൂസ് ഇത് ചെയ്തിട്ട് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ഇപ്പോൾ അടുപ്പിച്ചൊന്നും ചെയ്യില്ല, വല്ലപ്പോഴും കുരു വരുന്ന സമയത്ത് മാത്രമേ അവൾ ചെയ്യുള്ളൂ. അത് ഒരു 2-3 ദിവസം ചെയ്യുമ്പോഴത്തേക്കും അവൾക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അവൾക്ക് പറഞ്ഞു കൊടുത്തത്. അന്നേരം അമ്മയൊക്കെ ചെറുപ്പത്തിൽ ഇതുപോലെ അമ്മയുടെ അമ്മയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു കൊടുത്തതാണിത്. അന്നേരം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊന്നും വേണ്ട കേട്ടോ. ഞാനൊരു 10-15 മിനിറ്റ് വെച്ചിട്ടുള്ള അന്നേരത്തേക്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. എനിക്ക് മുഖം ഇങ്ങനെ വലിഞ്ഞ് മുറുകിയപ്പോൾ ഞാൻ പോയിട്ട് കഴുകി കേട്ടോ. കഴുകി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മുഖത്ത് അതിൻ്റെ മാറ്റം വന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ കമൻറ്റിലൂടെ. കണ്ടോ, ചക്കര തന്നെ എന്നോട് പറയുന്നുണ്ട് അമ്മേൻ്റെ മുഖത്ത് നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതാണ് ഞാനവിടെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അവളെ ഡയലോഗ് കേട്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത്. ഫോണിൽ നോക്കുമ്പോൾ അമ്മേൻ്റെ മുഖത്ത് നല്ല വ്യത്യാസമുണ്ട് പറയുന്നുണ്ടാവുള്ളൂ കേട്ടോ. അതായത് ഞാൻ പറഞ്ഞാണോ ചോദിച്ചിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അത് നിങ്ങളെല്ലാവരും ഞങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ എന്താണ് ഇതിൽ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ചേർത്തതെന്നും കാര്യങ്ങളൊക്കെ. അത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാട്ടോ. എല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം. അന്നേരം മുഖമൊക്കെ നന്നായിട്ട് പിന്നെ ക്രീമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. നേരെ വന്നത് ഒരു പൊട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പൊട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി. എൻ്റെത് ഇത്രയേ ഉള്ളൂ. അന്നേരം ഇത് അകത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഞാൻ സന്ധ്യ സമയത്താണ് ഇത് തേച്ചത്. അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത് കേട്ടോ. അന്നേരം പുറത്തിറങ്ങിയിട്ട് സന്ധ്യ ആയതുകൊണ്ട് അത്ര ക്ലിയർ കിട്ടിയിട്ടില്ല. എന്നാലും ഒരുവിധ ക്ലിയറിലൊക്കെ വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. മുഖത്ത് നല്ല മാറ്റം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് നല്ലൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്. അന്നേരം ഇനി അടക്കം ചെയ്ത് നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇത്രയൊക്കെ തന്നെ നമ്മളെ വീഡിയോകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.